ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തപ്പോൾ നമുക്ക് കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായി സ്റ്റഡി ലീവായിട്ട്. അപ്പോൾ ഇന്ന് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ലീവ് എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാമെന്നോർത്ത് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഒരു 10 മണിയായിട്ട്. പക്ഷേ മേഘമൊക്കെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മഴയൊക്കെ പിടിച്ചല്ലായിരുന്നു. റൂമൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടിരിക്കണം. അപ്പോൾ സമയം പോയത് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർക്കും അത്ര ഒരു ഉഷാറുണ്ടായില്ല. ഭയങ്കര തണുപ്പും എല്ലാമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് തന്നെ എഴുന്നേൽക്കാനും ഒന്നും തോന്നുന്നുണ്ട്. പിന്നെ എക്സാം ആണല്ലോ എന്നൊക്കെ ഓർത്തായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങളെല്ലാം ബെഡൊക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് ആൾക്കും ഒരു ഉഷാറില്ല. പിന്നെ ഞങ്ങൾ ഒരു ചായയൊക്കെ റെഡിയാക്കി അതൊക്കെ കുടിച്ചിരിക്കാന്ന് ഓർത്തപ്പോൾ മിന്നൂസിൽ ചായയൊക്കെ ഇടുന്നുണ്ട്. മോർണിംഗ് ഗൈസ്. ഹലോ ഗൈസ്. സുപ്രഭാതം സുഹൃത്തുക്കളെ. ഞാൻ ക്ലൈമറ്റ് കാണിച്ചു കൊടുത്ത് ഇരുണ്ടിരിക്കുക. ഇപ്പോഴും നമ്മ ലൈറ്റ് എല്ലാം ഇട്ട് എന്നിട്ടും ക്യാമറയിൽ പോലും ഇരുണ്ടിരിക്കുക. അത്ര ഇതായിട്ടിരിക്കുക. ഞാനും ആരും അത് അറിഞ്ഞു പോലും ഇല്ല. തണുപ്പായതുകൊണ്ട് ചൂടുള്ള ചായ കുടിക്കുകയാണ്. പിന്നെ ബിസ്ക്കറ്റും ഉണ്ട്. ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടില്ല, ഇങ്ങനെ നോക്കി നിൽക്കുക. അതിന് ആര് പൊട്ടിക്കുന്നു നോക്കി. ലാബ് ഏകദേശം 3 ബിസ്ക്കറ്റ് ഉണ്ട്. അതിൽ ഏത് പൊട്ടിക്കണമെന്ന് ആർക്കും അറിയില്ല. ഇത് വേണ്ടവരാരൊക്കെയാ? എല്ലാവർക്കും, മറ്റേത് എല്ലാവർക്കും. നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ചു, പഠിച്ചു. ഇന്നിപ്പോൾ നമുക്ക് സമയം 12:30 ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ലൈബ്രറി പോകാനുണ്ട്. നമ്മളിന്ന് ലൈബ്രറി പോകാമെന്ന് വെച്ചാൽ നമുക്ക് ഫീസിൻ്റെ റെസിപ്റ്റ് ഒക്കെ വാങ്ങാനുണ്ട്. നമ്മളിന്ന് ലൈബ്രറി പോകുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം മിന്നോഫയിൽ ഇപ്പോൾ വരും. അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകണം. പുറത്ത് നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാല് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ റൂമിൽ നിന്ന് പഠിച്ച ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുതപ്പ്, ആ ബെഡ് കാണുമ്പോൾ കിടക്കാൻ ലൈബ്രറി ആകുമ്പോൾ നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. പിന്നെ അങ്ങ് ഉറങ്ങും. സോ നമ്മൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് മിന്നുഫുൾ വരുന്നുണ്ടോ ലൈബ്രറി? ഉണ്ട്. റെസിപ്റ്റ് വാങ്ങണ്ട. സോ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പം അവരെല്ലാം ഉറങ്ങുകയാണ്. നമുക്ക് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈബ്രറിയിൽ പോകണം. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്ന തണുപ്പായതുകൊണ്ട്. അപ്പം എനിക്ക് തല നനയ്ക്കാനുണ്ടായിരുന്നു. സോ ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 2:30 ഒക്കെ ആയിട്ടുണ്ട്. ഒരു 3:45 ആകുമ്പോഴത്തേനും അവരെ വിളിക്കണം. എന്നിട്ട് 4 മണിയാകുമ്പോൾ നമുക്ക് റെഡി ആയിട്ട് പോകണം. കാരണം നമുക്ക് ഫീസിൻ്റെ റെസിപ്റ്റ് വാങ്ങാനുണ്ട് ഓഫീസിൽ നിന്ന്. സോ അപ്പം 4:30 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് പോയി വാങ്ങണം. അങ്ങനെ നമ്മൾ 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഓഫീസിലെത്തി നമ്മൾ റെസിപ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് റെസിപ്റ്റൊക്കെ കിട്ടി. നമ്മൾ ലൈബ്രറിയിലേക്ക് വന്നേക്കാണ്. നല്ല ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ്. മഴയില്ല, വെയിലുമില്ല, നല്ല കാറ്റും തണുത്ത കാറ്റാ. പ്രത്യേകിച്ച് ഞാൻ മാത്രമേ കുളിച്ചുള്ളൂ ഗൈസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണില്ല. അപ്പോൾ ഇന്നലെ കുളിച്ചായിരുന്നു. കുളിക്കാൻ പോയി കാണിച്ചില്ലേ? അങ്ങനെയല്ല, കുളിച്ചായിരുന്നു. നമ്മൾ ചുമ്മാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നിട്ട് ലൈബ്രറി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് തണുപ്പായിരുന്നാലും കുടിക്കണം. കഴിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് നമ്മളങ്ങനെ അവൽ മിൽക്ക് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ലൈബ്രറിയിൽ പോകണം. പിന്നെ ഗൈസ് ക്ലൈമറ്റിനെ പറ്റി ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നല്ല അന്തരീക്ഷം, കിടന്നുറങ്ങാൻ തോന്നുന്നില്ല അന്തരീക്ഷം. നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നാത്തത്? അത് വേറെ കാര്യം. ഞങ്ങൾ പരസ്പരം നോക്കി പറയാം പോണോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ അതിന് അവൽ മിൽക്ക് കുടിച്ച് ഞങ്ങൾ ഒരു 5-5:30 ലൈബ്രറി കയറിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ച് 8:30 ശേഷമാണ് ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയത്. നമുക്ക് 9 മണിക്കുള്ളിൽ ഹോസ്റ്റലിലേക്ക് കയറണം. അപ്പം നമ്മൾ പിന്നെ സൂപ്പർ 7-ലൊക്കെ കയറി കുറച്ച് നേരം അവിടേക്ക് നിന്നതിന് സമയം പോകും ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ 8:30 ആയപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. പിന്നെ സൂപ്പർ 7-ൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും വാങ്ങിയാലും ഞങ്ങൾക്ക് ചുമ്മാ ഒന്ന് കയറണം. അവിടെ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി പോരുകയാണ് ഞങ്ങൾക്ക് മെയിൻ പരിപാടി. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ലൈബ്രറിയിൽ പോയിട്ട് തിരിച്ച് പോവാണ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുഡ് 9 മണി വരെ ഉള്ളൂ. അപ്പം സ്പീഡ് നടക്കുകയാണ്. നമുക്ക് നല്ല വിശപ്പുണ്ട്. സോ നമുക്ക് കിട്ടില്ല. പ്ലേറ്റ് മേളിൽ, അപ്പോൾ അത് എടുത്ത് വന്നിട്ട് വേണം കഴിക്കാൻ.
നല്ല രസമുണ്ട് വീട്ടൊക്കെ അതെ ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നല്ല രസമുണ്ടല്ലോ, എനിക്കിഷ്ടമായിട്ടോ. മറ്റേ പണ്ടൊക്കെ അബ്ദുൽ കലാം മറ്റേ സ്ട്രീറ്റ് ഓക്കെ ഗൈസ് ബൈ. ലൈറ്റ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ആണോ, റൂമിൽ ചെന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ് ഇവിടെ ഒരു ഗുലാബ് ജാമുൻ പൊട്ടിക്കുന്ന തിരക്കാണ്. അത് പിടിക്കുന്ന സാധനം പൊട്ടിച്ചിട്ട് എന്നിട്ട് എങ്ങനെ തുറക്കും? ഇങ്ങനെ തുറക്കും. കമോൺ കമോൺ, ആ ചാറ് തുറക്കരുത് കേട്ടോ. കൊയ്യേക്കൂടെ മുഴുവൻ ഒഴുകുന്നു. കഴിവുള്ള എല്ലാം കഴിവുള്ള അത് എണ്ണയാ. ആ എണ്ണയും ജാമുനും കൂടെ മിക്സ് ചെയ്യാം. പയ്യെ കൈ മുറിയില്ലേ? ഒരു ചീത്തയും അല്ല, പൊട്ടിപ്പോയതായിരിക്കും. അതെ. പിന്നെ ചീത്ത കത്തിയിൽ എണ്ണ ടേസ്റ്റ് നോക്കിയേ. ഇതിന് വെച്ചോണ്ടിരിക്കുവോ? കയ്യ കിട്ടാ പോരെ. താങ്ക്സ്. നമ്മളങ്ങനെ ഗുലാബ് ജാമുൻ ടേസ്റ്റ് ചെയ്യണം. കേടല്ലല്ലോ. കുഴപ്പമില്ല. വീഡിയോ ഉണക്കാൻ മറന്നുപോയി. നല്ല സൂപ്പർ. ഇടുന്നതിന് അലിഞ്ഞിങ്ങനെ പോന്നു. ഞങ്ങൾക്ക് 3 പേർക്കേ ഉള്ളൂ ഇതൊക്കെ ഇഷ്ടം. അനിയനോടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയി, പിന്നെ നമ്മൾ അതെ നമ്മൾ ഗുലാബ് ജാമുൻ ഒക്കെ കഴിച്ചതിൻ്റെ യുദ്ധമൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് കുളിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും, എന്നിട്ട് നമ്മൾ ഉറങ്ങും. ആ ഗൈസ് ഉള്ളിലെടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞു, കാരണം ഓവറാക്കും. അതാ അയ്യോ പാവം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.